ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്ന ഒരു സ്കൂട്ടറാണ് നമ്മുടെ ആക്റ്റീവ Bs6 ആ മോഡലിനെ നമ്മളിന്ന് പരിചയപ്പെടാൻ പോവുകയാണ്. അപ്പോൾ അത് നമ്മുടെ 5Gയിൽ നിന്ന് 6Gയിലോട്ട് വന്നപ്പോഴുള്ള മാറ്റങ്ങൾ, അതിൻ്റെ എഞ്ചിൻ പരമായ കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഞാൻ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോയേക്കാം. അപ്പോൾ ഫ്രണ്ട്സ്, ഇതാണ് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ ആഗ്രഹിച്ച ആക്റ്റീവ Bs6 മോഡൽ. Bs6ലോട്ട് വന്നതിന് നമ്മുടെ ആക്റ്റീവയ്ക്ക് ഒരുപാട് അപ്ഡേഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് പഴയ ആ ഒരു മോഡൽ, ആ ഒരു ലുക്കും കാര്യങ്ങളൊക്കെ തന്നെയാണ് വന്നിരിക്കുന്നത്. എങ്കിലും ചെറിയ ചെറിയ മാറ്റങ്ങൾ മാത്രം കൊണ്ടുവന്നിട്ടുണ്ട്. അപ്ഡേറ്റഡ് ആയോ എന്ന് ചോദിച്ചാൽ നല്ല രീതിയിൽ അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ പഴയ ഒരു ടച്ച് വിട്ടിട്ടുണ്ടോയെന്ന് വെച്ചാൽ ആ ഒരു ഒരു ടച്ച് അവരങ്ങ് വിട്ടിട്ടുമില്ല. അങ്ങനെ ഒരു ടച്ചും കാര്യങ്ങളൊക്കെ വിടാതെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് ഹെഡ്ലൈറ്റ് തുടങ്ങിയേക്കാം. ഹെഡ്ലൈറ്റായിട്ട് വരുമ്പോഴത്തേന് നമ്മുടെ പല മോഡൽ ആക്റ്റീവയിലൊക്കെ പോലെ തന്നെ ഹാലജൻ ബൾബായിട്ടുള്ള ലൈറ്റാണ് വന്നിരിക്കുന്നത്. പിന്നെ രണ്ട് ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവന്നിട്ടുണ്ട്, അതും ഹാലജൻ ബൾബാണ്. പിന്നെ നിങ്ങൾക്ക് ആക്റ്റീവ 2 വേരിയൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ അതിനകത്ത് ഒരു വേരിയൻറ്റിനകത്ത് നമുക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ LED അല്ലെങ്കിൽ LED ഹെഡ്ലൈറ്റാണ് നമുക്ക് കിട്ടുന്നത്. ഒരെണ്ണത്തിനാണ് ഹാലജനാണ്. അതായത് കുറച്ച് താന്ന ഒരു മോഡല്, നമ്മുടെ സ്റ്റാൻഡേർഡ് ക്ലാസ്സിക് അങ്ങനെയുള്ള മോഡൽ വരുമ്പോഴത്തേന് നമുക്ക് ശകലം താന്ന് നിൽക്കുന്ന ഒരു വണ്ടിയായിട്ടാണ് ഇത്തെ വരുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന വണ്ടിയിലാണ് നമുക്ക് ഹാലജൻ ബൾബ് കാണുന്നത്. വണ്ടിയുടെ ഞാൻ സസ്പെൻഷനെ കുറിച്ച് കഴിഞ്ഞ വീഡിയോ പറഞ്ഞായിരുന്നു. അപ്പോൾ സസ്പെൻഷനായിരുന്നു ഞാൻ പോരായ്മ എന്ന് പറഞ്ഞ ഏറ്റവും വലിയ കാര്യം. ഇതിനും അത് തന്നെയാണ്. സസ്പെൻഷന് നല്ല മാറ്റം കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ബൈക്കിൻ്റെയൊക്കെ പോലെ ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. വളരെ നല്ല കാര്യമാണ്. നമുക്ക് വണ്ടി ഓടിക്കുമ്പോൾ നമുക്കറിയാം ആ സസ്പെൻഷൻ്റെ ഗുണവും കാര്യങ്ങളും. ഇത് കഴിഞ്ഞ ഇത് 6G ആണ്. നമ്മുടെ 5G വന്നതിന് നമുക്ക് മറ്റേ പോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് ലോഡ് സസ്പെൻഷൻ വളരെ ബോറായിട്ടുണ്ടായിരുന്നു. അത് മാറ്റി നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് ടെലിസ്കോപ്പിക് സസ്പെൻഷൻ കൊണ്ടുവന്നിട്ടുണ്ട്. വളരെ നല്ല കാര്യം. പിന്നെ ഇവിടെ ഇങ്ങനൊരു സിമ്പിൾ അല്ലെങ്കിൽ ഒരു റിഫ്ലക്ടറും കൊണ്ടുവന്നിട്ടുണ്ട്, അത് പുതിയൊരു കാര്യം. ഇനി ടയർ സൈസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഫ്രണ്ടിൽ വന്നിരിക്കുന്നത് 90-ൻ്റെ ടയറാണ് വന്നിരിക്കുന്നത്, 90 mm. ബൈക്കിലും വന്നിരിക്കുന്നത് 90 mm ടയറും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ബ്രേക്കിങ്, അത് ഞാൻ പറയാം ഗൈസ്. ബ്രേക്കിംഗ് എന്ന് പറയുമ്പം നമുക്ക് 6G ആയിട്ടും അപ്ഡേറ്റഡ് ആയിട്ടില്ല. അതൊരു പോരായ്മയായിട്ടാണ് എനിക്ക് തോന്നിയത്. ഫ്രണ്ടിൽ വരുന്ന 130 mm ഡ്രം ബ്രേക്ക്, ബൈക്കിലും സെയിം 130 mm ഡ്രം ബ്രേക്കും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. നമുക്ക് എഞ്ചിൻ സൈഡിലോട്ട് വരുവാണെങ്കിൽ എഞ്ചിൻ 109.2 cc ഫാൻ കൂൾഡ് 4 വാൽവ് എഞ്ചിനാണ് നമുക്ക് ആക്റ്റീവ 6Gയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ പവറും കാര്യങ്ങളൊക്കെ മാറിയിട്ടുണ്ടോയെന്ന് വെച്ചാൽ വലിയ മാറ്റങ്ങളൊന്നും വന്നിട്ടില്ല. ജസ്റ്റ് അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും ചെറുതായിട്ടൊരു മാറ്റം മാത്രമേ ഉണ്ടുള്ളൂ. പഴയ സീറ്റ് തന്നെ ഒരു മാറ്റവും കൊണ്ടുവന്നിട്ടില്ല. സിംഗിൾ സീറ്റാണ് വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ റൈഡർക്ക് അത്യാവശ്യം വലിപ്പമുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നല്ല വലിപ്പമുള്ള സീറ്റും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ഗ്രാബ് റെയിലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗ്രാബ് റെയിലും സിംഗിളായിട്ടൊരു ഗ്രാബ് റെയിലാണ്, ഡബിളായിട്ട് വന്നിട്ടില്ല. ഇതുവരെ അപ്ഡേറ്റഡ് ആയിട്ടില്ല സിംഗിളായിട്ട്. പക്ഷേ വണ്ടിക്ക് ചേരുന്ന ഒരു ഗ്രാബ് റെയിലും കാര്യങ്ങളൊക്കെയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. പിന്നെ നമുക്ക് സൈഡിൽ ഒരു പിടിച്ചിരിക്കാനായിട്ടൊരു ഒരു കൈപ്പിടി പോലൊരു സാധനമൊക്കെ കൊടുത്തിട്ടുണ്ട്. അത് നമ്മുടെ വീട്ടിൽ ആരെങ്കിലും വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേന് പിടിച്ചിരിക്കാൻ പറ്റിയൊരു സാധനമാണ്. നമുക്ക് വണ്ടിയുടെ സ്റ്റോറേജും കാര്യങ്ങളൊക്കെ നോക്കുമ്പോഴത്തേന് പഴയ പോലത്തെ സിസ്റ്റം തന്നെയാണ് സ്റ്റോറേജ് കൊണ്ടുവരുന്നത്. എന്താ വെച്ചാൽ നമ്മുടെ കീയെ തന്നെ കൊണ്ടുവന്നേക്കുന്ന സ്റ്റോറേജ് അല്ലെങ്കിൽ നമ്മുടെ സീറ്റ് തുറക്കുന്ന കാര്യങ്ങളൊക്കെ അകത്ത് അത്യാവശ്യം നല്ല ഇടയും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ ഹെൽമെറ്റ് ഇതിനകത്ത് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇടയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് വന്നിരിക്കുന്നത് ഇത് കണ്ടോ, ഈ ഒരു സാധനമാണ് നമ്മുടെ വണ്ടിയുടെ പെട്രോൾ ടാങ്ക് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ കീ അവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സീറ്റിൻ്റെ അങ്ങോട്ട് തന്നെ കീ ബട്ടൺ ഇടുക. എന്നിട്ട് മണ്ടയ്ക്കുണ്ടോ ഈ സ്വിച്ചുകൾ ഫ്യൂൽ കാണിച്ചിട്ടുണ്ട്, അത് തുറക്കുന്നതിന് ഫ്യൂൽ ടാങ്ക് തുറന്നിരിക്കും കണ്ടോ. ഇനി അതിലേക്കൂടെ നമുക്ക് ഫ്യൂൽ ഒഴിക്കാവുന്നതാണ്. ഇവിടെ തന്നെ നമുക്ക് പഴയ പോലെ തന്നെ ഒരു ചെറിയ കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിൽ നമുക്ക് പെട്രോൾ ഒഴിക്കാം. അത് നമ്മുടെ കൈ കൊണ്ട് തുറന്ന് പെട്രോൾ അടയ്ക്കുന്നത് നല്ലൊരു കാര്യം തന്നെയാണ്. നമ്മൾ സീറ്റ് പൊക്കി കടാശ വണ്ടി അല്ലെങ്കിൽ നമ്മൾ അവിടെ ചെന്നിട്ട് പമ്പിൽ ചെന്നിട്ട് കയറി വണ്ടിയിൽ നിന്ന് ഇറങ്ങി സ്റ്റാൻഡ് ഇട്ട് സീറ്റ് തുറന്ന് സമയം എന്തേരം പോകുന്നു. അപ്പോൾ അതിൽ നല്ലൊരു കാര്യം തന്നെയാണ് ഇത്. പ്ലാറ്റ്ഫോമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ പഴയ വണ്ടിയിൽ നിന്ന് ഇച്ചിരൂടെ വലിപ്പം വെച്ചിട്ടുണ്ടോ എന്നൊരു സംശയമുണ്ട്. കാരണം പഴയ വണ്ടിയേക്കാളും ഇച്ചിരൂടെ വലുതായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. അത്യാവശ്യം നല്ല പ്ലാറ്റ്ഫോമും കാര്യങ്ങളൊക്കെയാണ്. ഇനി റൈഡിങ് കംഫോർട്ടിനെ കുറിച്ചൊക്കെ നമുക്ക് ഓടിക്കാൻ പറയാം. അപ്പോൾ ഇനി നമുക്ക് ടെയിലിനെ കുറിച്ച് പറയാം. ടെയിലിനെ കുറിച്ച് പറയുമ്പോഴത്തേന് നമ്മുടെ പഴയ നിന്ന് ഒരു ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയിട്ടുണ്ട്. പഴയെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻഡിക്കേറ്റർ ഇൻഡിക്കേറ്റർ ആയിരുന്നു ഇങ്ങനെ മേലോട്ട് വന്നുകൊണ്ടിരുന്നത്. അത് മാറ്റി നമ്മുടെ ബ്രേക്ക് ലൈറ്റിൻ്റെ ആ റെഡ് ഭാഗം അങ്ങ് മേലോട്ട് വന്നിട്ടുണ്ട്. ഇൻഡിക്കേറ്റർ അങ്ങ് ചെറുതായിട്ടുണ്ട്. ചെറിയ വ്യത്യാസമൊക്കെ വരുത്തിയാണ് നമുക്ക് ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നേക്കുന്നത്. ഇനി നമുക്ക് വണ്ടി ഓടിച്ചുകൊണ്ട് റൈഡിങ് കംഫോർട്ട് അതങ്ങ് പറഞ്ഞാലോ. എന്നാൽ പിന്നെ ഇനി നമുക്ക് വണ്ടി ഓടിക്കാം. ഓക്കെ. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ വണ്ടി അല്ലെങ്കിൽ നമ്മുടെ ആക്റ്റീവ 6G നമ്മൾ ഓടിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ആദ്യം തന്നെ എടുത്ത് പറയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ സസ്പെൻഷനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അപ്പോൾ ഫ്രണ്ടിലത്തെ സസ്പെൻഷനാണ് നമുക്ക് ആദ്യത്തെ, അതായത് 6G അല്ലെങ്കിൽ 5Gയിൽ നമുക്ക് തോന്നിയ ഏറ്റവും വലിയ പോരായ്മയെന്ന് പറഞ്ഞ്. പക്ഷേ ആ ഒരു പോരായ്മ നമുക്ക് നികത്തി തന്നിട്ടുണ്ട്.
കാരണം ആ ഒരു ചാട്ടവും തെറിപ്പും അല്ലെങ്കിൽ ആ ഒരു ബ്രേക്ക് പിടിക്കുന്നതിന് മേളിലോട്ടുള്ള പൊങ്ങിച്ച് അതൊക്കെ അങ്ങ് നിന്നിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ബൈക്കിൻ്റെ സസ്പെൻഷൻ പോലെ തന്നെ നല്ലൊരു സസ്പെൻഷനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് റൈഡിങ് കംഫോർട്ട് കൂടാനുള്ള ഒരു കാരണം അല്ല ഒരു കാര്യമായിട്ടുണ്ട്. അപ്പോൾ അത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇനിയിപ്പം വൈബ്രേഷനെ കുറിച്ചൊക്കെ പറയുകയാണെങ്കിൽ മറ്റേ വണ്ടി പറഞ്ഞ പോലെ തന്നെ ഒരു 70 മണ്ടയിലോട്ട് നമുക്ക് വൈബ്രേഷൻ കാര്യങ്ങളൊക്കെ നല്ല അനുഭവപ്പെടുന്നുണ്ട്. നല്ല അത്യാവശ്യം അനുഭവപ്പെടുന്നുണ്ട്. എന്നാലും നമ്മൾ ഇത് സ്കൂട്ടർ സെഗ്മെൻ്റ് ആയതുകൊണ്ട് നമ്മൾ വളരെ സാവധാനം ഓടിച്ച് നടക്കേണ്ട ഒരു വണ്ടിയാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു പവറും കാര്യങ്ങളും അത് തരുന്നുമുണ്ട്. അപ്പോൾ നമ്മൾ വലിയ പവറിനൊന്നും പോകാതിരിക്കുന്നതായിരിക്കും നല്ലത്. ഒരു 70 താഴെ ഓടിക്കുന്നതാണ് ഏറ്റവും നല്ല കാര്യം എന്ന് പറയുന്നത്. ഇനിയിപ്പോൾ നമുക്ക് വണ്ടിയുടെ പവറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 8 Bs പവറാണ് നമുക്ക് കിട്ടുന്നത്. പിന്നെ ടോർക്കിനെ കുറിച്ച് ടോർക്കും പഴയ പോലെ തന്നെ ടോർക്ക് മാറിയിട്ടൊന്നുമില്ല. 9 Nm ടോർക്കുമാണ് നമുക്ക് നമ്മുടെ ആക്ടിവ 6G കിട്ടുന്നത്. സർവീസ് കഴിയാത്തതുകൊണ്ടായിരിക്കണം വണ്ടി ഒരു ചെറിയ പമ്മിലൊക്കെ കാണിക്കുന്നത്. നമ്മൾ ഒത്തിരി പവർ കാര്യങ്ങളൊന്നും ഓടിച്ച് നോക്കുന്നൊന്നുമില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വണ്ടിയുടെ മീറ്റർ കാര്യങ്ങൾ അല്ലെങ്കിൽ കീ കാര്യങ്ങളൊക്കെ പറയുന്നതിന് വേണ്ടി നമുക്ക് വണ്ടി ഒന്ന് സൈഡാക്കിയേക്കാം. ഇവിടെ ആയിട്ട് മറ്റേ പഴയതിലൊരു നമുക്ക് ലോക്ക് ചെയ്യാൻ ഒരു ഇതായിരുന്നു നമ്മുടെ ഒരു കൊളുത്തായിരുന്നു വന്നിരുന്നത്. പക്ഷേ അത് മാറിയിട്ടുണ്ട്. അതിന് മാറി ഇപ്പം ഈ മേളിക്കാണ് സെയിം എടുത്ത് വെച്ചിരിക്കുന്നത്. അതൊരു നമുക്ക് ആ ലോക്കിങ് എടുത്ത് കളഞ്ഞ പോലെ ഒരു വിഷമം തോന്നുന്നുണ്ട്. പിന്നെ ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേന് ഇവിടെയും അതുപോലെ പഴയ പോലത്തെ ലോക്കിങ് കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. ബോക്സോ കാര്യങ്ങളോ അങ്ങനെയുള്ളൊന്നും കൊടുത്തിട്ടില്ല. ഗ്രൗണ്ട് ക്ലിയറൻസും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ പഴയ 5G ഉണ്ടായിരുന്ന പോലത്തെ കാര്യങ്ങൾ മാത്രമാണ്. വെയിറ്റ് എന്ന് പറയുന്നത് 109 തന്നെയാണ് മാറ്റം. വെയിറ്റും കൂടുതൽ കുറവൊന്നും വന്നിട്ടില്ല. പഴയ പോലെ തന്നെയാണ് വെയിറ്റും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്നത്. ഇനി മീറ്ററിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മൊത്തം അനലോഗാണ്. മറ്റേതിനാണ് ഡിജിറ്റൽ വന്നതിന്. ഇത് മൊത്തം അനലോഗാണ്. ഫ്യൂവലിന് പിന്നെ നമ്മുടെ സ്പീഡോമീറ്റർ പിന്നെ ഓഡോമീറ്റർ ട്രിപ്പ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ല. ഇൻഡിക്കേറ്ററിൻ്റെ ഒരു ഇൻഡിക്കേഷനും കാര്യങ്ങൾ ഇവിടെ ഇപ്പുറത്തായിട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൈറ്റിന് ഇവിടെ ഒരു ഇൻഡിക്കേഷൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ എഞ്ചിൻ്റെ ഒരു അപ്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. എഞ്ചിൻ്റെ ഒരു സിമ്പിൾ സിഗ്നൽ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് സ്വിച്ചുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ നമുക്ക് അപ്ഡേറ്റഡ് ആയിട്ട് വന്ന ഒരു കാര്യം കൂടെ നമ്മുടെ വണ്ടിയുടെ പാസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ആ സ്വിച്ചിൽ തന്നെ ഡിമ്മ് ബ്രൈറ്റ് ഔത്തെ തന്നെ പാസ് നല്ല കാര്യമാണ്, അപ്ഡേറ്റഡ് ആണ്. ഇനി നമ്മുടെ എന്താണെന്ന് ചോദിച്ചാൽ ഇൻഡിക്കേറ്ററിനൊരു സ്വിച്ച്, ഫോണിനൊരു സ്വിച്ച്. ഇനി ഇപ്പുറത്തെ സൈഡിലോട്ട് വരുമ്പോൾ അവിടെയും വളരെ വലിയ അപ്ഡേഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എഞ്ചിൻ ഓഫാക്കാൻ അല്ലെങ്കിൽ നമ്മുടെ ബൈക്കിലൊക്കെ കാണുന്ന പോലെ ഒരു കിൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. എഞ്ചിൻ ഓഫാക്കുക, അകത്തെ തന്നെ ഒന്ന് ഓണാക്കുക. പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ അകത്തെ തന്നെ ഒന്നുകൂടെ ഞെക്കി സ്റ്റാർട്ടാക്കുക. വണ്ടി സ്റ്റാർട്ടായെന്ന് പോലും നമുക്കറിയത്തില്ല. അങ്ങനെ ഒരു ഫീലാണ് തരുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളെ നമ്മുടെ ആക്ടിവ 6Gയിൽ അപ്ഡേറ്റഡ് ആയി വന്നിട്ടുള്ളൂ. അപ്പം നമുക്ക് ഇന്നത്തെ വീഡിയോ അല്ലെങ്കിൽ നമ്മുടെ ഈ 6Gയുടെ കൂടെയുള്ള ഒരു വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ പിന്നെ നമ്മൾ പോവാണ്. സീ യു സൂൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ.